ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദേ സൺഡേ രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ദേ കടലക്കറി വെക്കാനായിട്ടുള്ള പരിപാടിയാണ്. കുറച്ച് സൺഡേ ഒക്കെ ആകുമ്പോൾ എല്ലാവരും ഇച്ചിരി ലേറ്റ് ആവുമല്ലേ എഴുന്നേക്കാൻ. ഞങ്ങളും ഇവിടെ 4 പേരും എഴുന്നേക്കാൻ നല്ലപോലെ ലേറ്റ് ആകുന്നൊരു ദിവസമാണ് കേട്ടോ സൺഡേ. നല്ലപോലെ കിടന്നങ്ങ് ഉറങ്ങുവേ. അപ്പോൾ ഒരു തട്ടിക്കൂട്ട് കടലക്കറിയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, പിന്നെ നമ്മുടെ സബോളയാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. അപ്പോൾ കടല തലേദിവസം എന്തായാലും വെള്ളത്തിലിട്ടായിരുന്നു. ഒന്നെങ്കിൽ ഞങ്ങളുടെ വീട്ടിലെ ദേശീയ ഭക്ഷണമായ ഇടിയപ്പം ഉണ്ടാക്കാമെന്നായിരുന്നു. പക്ഷേ ഇടിയപ്പം അല്ല ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ കടലക്കറിക്ക് കടല എന്തായാലും വെള്ളത്തിലിട്ടു. അപ്പോൾ അതിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടു, പിന്നെ സബോള ഇട്ട് കൊടുത്തു, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മുളക് പൊടിയാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും മീറ്റ് മസാല, ചിക്കൻ മസാലയൊക്കെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് എന്തായാലും ഒന്നൊരു കടലക്കറി സെറ്റാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ തക്കാളിയും പച്ചമുളകാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് കടല എന്തായാലും അവിടെ വേവിക്കാനായിട്ട് വെച്ചു. അപ്പോഴാണ് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഇങ്ങനെ മീറ്റ് മസാലയില്ല, ചിക്കൻ മസാലയില്ല. അപ്പോൾ മസാല ഇല്ലാത്ത ഒരു കടലക്കറിയാണ്. പക്ഷേ സംഭവം പൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു സംഭവം. ഞാൻ വിചാരിച്ചു ബോറാവുമായിരിക്കുമെന്ന്, പക്ഷേ ഇല്ല കേട്ടോ, നല്ലതായിരുന്നു. അപ്പോൾ അതേ കടലക്കറി അവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ കടുക് ഇറക്കുകയാണ്. ജസ്റ്റ് നമ്മൾ കടുക് ഇറക്കില്ല ആ രീതിയിൽ. പിന്നെ കുറച്ച് മുളക് പൊടിയുടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് ത്രോട്ട് ഇൻഫെക്ഷൻ ആയിട്ട് അതിൻ്റെ ഒരു പ്രശ്നത്തിലായിരുന്നു. ഒരാഴ്ചയോളം ഞാൻ പെട്ടിരിക്കുകയായിരുന്നു കേട്ടോ കൂട്ടുകാരെ. എനിക്ക് തൈറോയ്ഡ് അല്ലല്ലോ, നമ്മുടെ ടോൺസിലൈറ്റീസ് ഇല്ലേ, ടോൺസിലൈറ്റീസിൻ്റെ ഒരു പ്രശ്നം എനിക്കുണ്ട്. അപ്പോൾ എപ്പോൾ പനി വന്നാലും എൻ്റെ ടോൺസിലൈറ്റീസ് അതങ്ങോട്ട് പഴുക്കുവേ. എന്നിട്ട് ഭയങ്കര ത്രോട്ട് ഇൻഫെക്ഷനും വേദനയും അങ്ങനെയൊക്കെ. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോ നമ്മുടെ പൊന്നുകുട്ടി വോയിസ് ഓവറൊക്കെ ചെയ്ത് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്താണ്. ഇപ്പോൾ ഒന്ന് റെഡിയായി അങ്ങോട്ട് വരുന്നതേ ഉള്ളൂ. ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അത് കഴിക്കുകയാണ്. അപ്പം ഒരു ചെറിയൊരു പനി വന്ന് അങ്ങോട്ട് തൊണ്ടയ്ക്ക് പണി കിട്ടി. കുറേ നാളായിട്ട് കൊറോണ വന്നതിന് ശേഷം എൻ്റെ തൊണ്ട പ്രശ്നക്കാരനാണ്. കൊറോണ വന്ന ആ ഒരു കാലം തൊട്ടേ എൻ്റെ തൊണ്ടക്കിട്ട് പണിയാണ്. അപ്പോൾ ഞാൻ ഇടിയപ്പം അല്ല കേട്ടോ ഉണ്ടാക്കിയെന്ന്, പുട്ടാണ് കേട്ടോ. ഗോതമ്പ് പുട്ടാണ്, നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് പൊടി ഉണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ പുട്ടുണ്ടാക്കി. അപ്പോൾ റേഷൻ പറഞ്ഞ് കടിഞ്ചായ ഇടാനായിട്ട് രാവിലെ ഓൾറെഡി ഒരു ചായ കുടിച്ചായിരുന്നു. എങ്കിലും നമ്മൾ പുട്ടും കടലയൊക്കെ കഴിക്കുമ്പോൾ ഒരു കടിഞ്ചായയൊക്കെ കുടിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമല്ലേ. നമ്മുടെ പൊന്നുകുട്ടിക്കും കടിഞ്ചായ വേണമെന്ന് പറഞ്ഞിട്ട് പൊന്നുകുട്ടിക്കും കൊടുത്തു. ഇവിടെ 2 കുഞ്ഞുങ്ങൾക്കും ചായയൊന്നും കൊടുക്കില്ല കേട്ടോ. ഞാൻ 2 പേർക്കും ചായ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഞാൻ കൊടുക്കില്ല. അപ്പോൾ പൊന്നുകുട്ടിക്ക് ഞങ്ങൾ കുടിക്കുന്ന കണ്ടപ്പോൾ പൊന്നുകുട്ടിക്കും വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇടുമായിരുന്നു. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങളിൽ നിന്ന് സ്പെഷ്യലാക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. കുറേ നാളായിട്ട് ചിക്കൻ ബിരിയാണി വെച്ചിട്ട്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ചിക്കൻ ബിരിയാണി വെക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ രാജേഷനെ ഞാൻ കടയിലോട്ട് പറഞ്ഞു വിട്ട് കുറച്ച് റൈസ് വാങ്ങിച്ചു. പിന്നെ നമ്മുടെ മസാലകളൊക്കെ തീർന്നിരിക്കുകയെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു കേട്ടോ. അതിൻ്റെ ഒന്നും വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ച് അങ്ങ് പോകാമെന്ന് വെച്ചു. അപ്പോൾ അതേ ബസ്മതി റൈസ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഈ റൈസിൻ്റെ ബിരിയാണി. ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ചെറിയ അരിയുടെ ബിരിയാണി ഇഷ്ടമെന്ന് കേട്ടോ. ഇവിടെ എൻ്റെ രാജേഷനും ചെറിയ അരിയുടെ ബിരിയാണി കേട്ടോ ഇഷ്ടം, പക്ഷേ എനിക്ക് വലിയ അരിയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ എൻ്റെ 2 റിലേറ്റീവ്സും പറഞ്ഞാൽ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ചെറിയ അരിയുടെ ബിരിയാണിയാണ് ഇഷ്ടമെന്ന്. പക്ഷേ എനിക്കിതാണ് ഇഷ്ടം കേട്ടോ, ബസ്മതി റൈസ്. അപ്പോൾ ദേ അടുപ്പത്ത് വെള്ളം വെച്ചു. പിന്നെ നമ്മളെ സ്പൈസസ് ഒക്കെ ഇട്ട് ഏലക്ക, ഗ്രാമ്പൂ, കറുവപ്പട്ട അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടല്ലോ, അതെല്ലാം വാരി അങ്ങോട്ട് വെള്ളത്തിലോട്ട് ഇട്ടു. അതിനുശേഷം ഒരു നാരങ്ങയുടെ ഹാഫാണ് കേട്ടോ ഞാൻ പിഴിഞ്ഞൊഴിക്കുന്നത്. അവിടെ കിടന്ന് വെള്ളം തിളക്കട്ടെ. അപ്പോൾ ഞാൻ ചോറ് വെക്കുന്ന കാലത്തിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ റൈസും വേവിച്ചത്. അല്ലാതെ വേറെ പാത്രം, ഇതിനു മുമ്പ് ഞാനൊരു പാത്രത്തിൽ ബിരിയാണി വെച്ചിട്ട് അരി വെച്ചിട്ട് സംഭവം സെറ്റായിട്ട് കെട്ടി. പക്ഷെ നന്നായിട്ട് ഇളക്കാനും പിടിക്കാനൊന്നും പറ്റില്ല. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണമല്ലോ, ഇത് ഒട്ടാതൊക്കെ കിട്ടണമെങ്കിൽ. അപ്പോൾ റേഷൻ കടയിൽ പോയിട്ടാണെങ്കിൽ സൺഫ്ലവർ ഓയിലൊക്കെ മേടിക്കാനും മറന്നുപോയി കേട്ടോ. ഞാൻ വിട്ടുപോയ ആൾ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സബോള അരിഞ്ഞിട്ട്, സബോള വറുത്തെടുക്കുമല്ലോ നമ്മൾ ബിരിയാണി റൈസിലിടാനായിട്ട്. അപ്പോൾ
സൈഡിൽ ആ പരിപാടി നടക്കുവാണ്. ദേ നമ്മുടെ പാനൊക്കെ വെച്ചു കേട്ടോ. ഞാനങ്ങ് പറഞ്ഞു പോവുകയാണ്. പാൻ വെച്ചു, എണ്ണ ഒഴിച്ചു, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തു, പിന്നെ സബോള ഇട്ടു. ഇതെല്ലാം കൂടെ വാടട്ടെ. നമ്മൾ ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കുവാണ്. എനിക്ക് നേരത്തേക്ക് ഒരുപാട് മസാലയുള്ള ബിരിയാണി ആയിരുന്നു കേട്ടോ ഞാൻ നേരത്തെയൊക്കെ ഉണ്ടാക്കിയത്. പക്ഷേ ഇപ്പം എനിക്ക് മസാല കുറച്ച് ബിരിയാണിയാട്ടോ ഇഷ്ടം. ഒന്നാമത്തെ കാര്യം കണ്ണൻകുട്ടനും അത്രയ്ക്ക് ഇഷ്ടമില്ല, പിന്നെ പൊന്നുകുട്ടിക്കും അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല മസാല അടങ്ങിയ ബിരിയാണി. ഇത് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് ചിക്കനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നോ, അപ്പോൾ സബോള വാടി, തക്കാളി വാടി, തക്കാളിയൊക്കെ ഒന്ന് വാടി വരുന്നുണ്ട് കണ്ടോ, നന്നായിട്ടൊന്ന് വാടി വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഫോണിൽ വീഡിയോ എടുക്കാനായിട്ടൊക്കെ പുതിയൊരു തരം ട്രൈപോഡൊക്കെ വാങ്ങിച്ചു കേട്ടോ. എൻ്റെ പഴയത് പൊട്ടിപ്പോയപ്പോൾ ഞാൻ പുതിയൊരു നല്ലൊരു ട്രൈപോഡ് വാങ്ങിച്ചിട്ടുണ്ട്. ലൈറ്റൊക്കെ ഉള്ള ടൈപ്പാണ്. അപ്പോൾ ഇതേ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. മസാലപ്പൊടികൾ ഞാൻ ഇടുന്നത് കണ്ടോണം കേട്ടോ. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചിക്കൻ മസാലപ്പൊടി ഒരു കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. കുറച്ച് ഇടുന്നുള്ളൂ, ഒരുപാടൊന്നും ഇടുന്നില്ല കേട്ടോ. ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ. വേറെ ഒരു മസാലപ്പൊടികളൊന്നും ഞാൻ ഗ്രേവിയിൽ ചേർക്കുന്നില്ല. അപ്പോൾ ഇതിന് മുമ്പ് അങ്ങാണ്ട് ഗരം മസാല മാത്രം ഇട്ടിട്ടുള്ളൊരു ചിക്കൻ ബിരിയാണി ഞാൻ ഉണ്ടാക്കി കേട്ടോ. സെലിബ്രിറ്റി ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇട്ടേക്കാം. ഇത് വേറൊരു ടൈപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. രണ്ട് തരമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ആ സമയത്ത് ബിരിയാണി ഉണ്ടാക്കാൻ തോന്നുമ്പോൾ ഞാൻ ഏത് രീതിയിൽ വെക്കും ആ ഒരു രീതിയിലാണ് വെക്കുന്നത്. ഇതെന്തായാലും പൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഇതെല്ലാം ഒന്ന് വാടി വന്നപ്പോഴത്തേക്കും കിഴങ്ങാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ചിക്കൻ കുറച്ചേ ഉണ്ടായിരുന്നുള്ളതെന്ന് ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, കുറച്ച് കിഴങ്ങ് അങ്ങ് കട്ട് ചെയ്തിട്ടു. കിഴങ്ങാണെങ്കിൽ ഇവിടെ കണ്ണൻകുട്ടനും പൊന്നുകുട്ടിക്കൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ കിഴങ്ങ് അങ്ങ് കഴിച്ചോളുമല്ലോ കുഞ്ഞുങ്ങൾ. അപ്പോൾ ഇങ്ങനെ വോയിസ് ഓവർ പറയുമ്പോൾ എനിക്ക് ത്രോട്ടിന് ഇടയ്ക്കൊരു പിടുത്തമുണ്ട് കേട്ടോ. അതുകൊണ്ട് നിർത്തിയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതേ കിഴങ്ങും സബോള, തക്കാളി, പച്ചമുളക് എല്ലാം നന്നായിട്ടൊന്ന് വാടി വരട്ടെ കേട്ടോ. ആ കിഴങ്ങിലോട്ടൊക്കെ നമ്മുടെ മസാലയൊക്കെ ഒന്ന് പിടിക്കണ്ടേ, അതിന് വേണ്ടി ഒന്ന് വാടി വരട്ടെ, നല്ലപോലെ വാടി വരട്ടെ. പിന്നെ അതേ കുറച്ചുകൂടി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് നിങ്ങൾ നോക്കി ഇടണം കേട്ടോ. ഒരുപാട് ഉപ്പൊന്നും വാരി ഇടരുത്, ബിരിയാണി കുളമായി പോവും. ഉപ്പ് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ ബിരിയാണിക്ക്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഉപ്പ് നോക്കുന്നുണ്ട് കേട്ടോ, എന്നിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചിക്കനേ ഉള്ളൂ കേട്ടോ. കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ തൈരാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മുടെ റേഷനാണ് തൈര് ഒഴിക്കുന്നത്. അപ്പോൾ അതേ തൈരും കൂടെ ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. വേറൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് ചിക്കൻ മസാല, പിന്നെ തൈര്, ഇത്ര സംഭവങ്ങൾ ചേർക്കുന്നുള്ളൂ. ആ സമയം കൊണ്ട് നമ്മുടെ കിഴങ്ങൊക്കെ ഒന്ന് മസാല പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ചിക്കൻ തട്ടി കൊടുക്കാം പാത്രത്തിലോട്ട്. എൻ്റെ പുതിയ പാനാണ് കേട്ടോ, കൊള്ളാവുക. അപ്പോൾ ബിരിയാണിയൊക്കെ നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. എന്തായാലും ഞങ്ങൾക്കുള്ള 2 നേരത്തേക്കുള്ള ബിരിയാണി ഈ ഒരു പാനിൽ എന്തായാലും ഉണ്ടാകും. രാത്രി പിന്നെ അധികം ഫുഡൊന്നും വേണ്ട, എല്ലാവരും ഗോതമ്പൊക്കെ ആയിരിക്കും. കുഞ്ഞുങ്ങൾ മാത്രമേ അരിയാഹാരം എന്തെങ്കിലും കഴിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മുടെ ചിക്കൻ കറി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ അങ്ങോട്ട് ചിക്കൻ അങ്ങോട്ട് ഇട്ട് കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോഴായിരിക്കും വെള്ളമാകും. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല അല്ലേ, ചിക്കനിൽ താനേ വെള്ളം അങ്ങ് പൊങ്ങി വന്നോളൂ. അങ്ങനെ ചിക്കനൊന്ന് സെറ്റായി നമ്മുടെ കിഴങ്ങൊക്കെ ഒന്ന് വെന്ത് വന്നപ്പോൾ മല്ലി ഇലയും പുതിന ഇലയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ച് സബോള ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എൻ്റെ തൊണ്ടയ്ക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ ഇച്ചിരി ബുദ്ധിമുട്ടിയാണ് കേട്ടോ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലേ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന്. അപ്പോൾ എല്ലാ കൂട്ടുകാരും നമ്മുടെ വീഡിയോസ് കണ്ട് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതിനുശേഷം എന്തേ റൈസൊക്കെ വെന്ത് വന്നായിരുന്നു. അപ്പോൾ ആ കറിയുടെ മുകളിലോട്ട് റൈസ് ഇട്ടു. അതിനുശേഷം ഞാൻ പൈനാപ്പിൾ എസൻസാണ് കേട്ടോ ചേർക്കുന്നത്. എനിക്ക് നല്ലതാണോ എന്നൊന്നും അറിയില്ല. പൈനാപ്പിൾ എസൻസാണ് ഞാനൊരു നുള്ള ചേർക്കത്തുള്ളൂ കേട്ടോ. ആ ബോട്ടിലിൽ നിന്ന് ഒരു കുഞ്ഞു ഊട്ട ഇട്ടിട്ടൊരു നുള്ള ആ ഒരു മണത്തിന് വേണ്ടി മാത്രം. അതിനുശേഷം മല്ലിയില വിതറി കൊടുക്കുകയാണ്, പിന്നെ പുതിനയില വിതറി കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ സബോള വറുത്ത് വെച്ചത്, പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്ന കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ചിക്കൻ മസാലപ്പൊടിയില്ല അതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതൊക്കെ ഒന്ന് ഇച്ചിരി പൊടിച്ചിങ്ങനെ വിതറി കൊടുക്കുകയാണ് കേട്ടോ. ഒരുപാടൊന്നും ഇടുന്നില്ല. പിന്നെ ദേ ഇതാണ് സംഭവം, പാലിൽ മഞ്ഞപ്പൊടി കലക്കി ഒഴിക്കുകയാണ് കേട്ടോ. നമ്മുടെ പൊന്നുകുട്ടി ഇത് കണ്ടായിരുന്നു കേട്ടോ. പൊന്നുകുട്ടി ഇതെന്താ പാലിൽ മഞ്ഞപ്പൊടി കലക്കുന്നതെന്ന്, ഒരു കളറ് കിട്ടാൻ വേണ്ടി. ഞാൻ പറഞ്ഞു ലാസ്റ്റ് ഞാൻ പറയാം അതെന്തിനാ ചേർക്കുന്നതെന്ന്, നീ ഫുഡ് കഴിക്കാൻ നേരത്ത് പറയാമെന്ന് പറഞ്ഞു കേട്ടോ.
അപ്പോൾ ദേ അവസാനത്തെ ലെയർ ചോറും ഇട്ടു, സബോള വറുത്തത്, മല്ലിയില, പുതിനയില, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ചിക്കൻ മസാലപ്പൊടി, അങ്ങനെ എല്ലാം വെതറി കുറച്ച് പൈനാപ്പിൾ എസൻസ് ഒരു 2 ഡ്രോപ്സ് എങ്ങാണ്ടേ ഉള്ളത്, വീഴുന്നില്ല കേട്ടോ മര്യാദയ്ക്ക്. പിന്നെ നമ്മുടെ ഫൈനൽ നെയ്യാണ് കേട്ടോ. നെയ്യ് ഞാൻ മുകളിലാണ് കേട്ടോ കൂടുതലും ഞാൻ നെയ്യ് ഇടുന്നത്. എന്നിട്ട് നന്നായിട്ട് നെയ്യ് തോനെ ഇടും കേട്ടോ. നെയ്യ് ഞാൻ അത് ഇട്ടിട്ട് അടച്ച് വെക്കുക. അപ്പോൾ ഈ ഒരു പാത്രം കിട്ടിയപ്പോൾ എനിക്ക് ബിരിയാണി എന്തായാലും ഉണ്ടാക്കാൻ സംഭവം സെറ്റായി. അപ്പോൾ പൊന്നുകുട്ടിയും പറഞ്ഞു ഇനിയിപ്പോൾ വല്ലപ്പോഴൊക്കെ ബിരിയാണി വെക്കുമായിരിക്കും എന്ന്. അങ്ങനെ എപ്പോഴും ഒന്നും വെക്കാറില്ല കേട്ടോ, വല്ലപ്പോഴൊക്കെ ഞങ്ങളിവിടെ ബിരിയാണിയൊക്കെ വെക്കാറുള്ളൂ. അങ്ങനെ സ്പെഷ്യൽ മൊമെൻ്റ് ആയിട്ടുള്ള ദിവസങ്ങളിലൊക്കെ വെക്കും. ഇത് സൺഡേ ഇങ്ങനെ ഇരുന്നപ്പം മനസ്സിൽ വിചാരിച്ചു കുറേ ദിവസമായാലും ഉണ്ടാക്കിയിട്ട്, പിന്നെ എൻ്റെ പുതിയ പാത്രം വന്നല്ലോ, അപ്പോൾ ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇല്ലേ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ബിരിയാണി വെച്ച് കഴിയുമ്പോൾ നമ്മുടെ കിച്ചണിൻ്റെ മുകളിലില്ലേ മുഴുവനും ആകെപ്പാടെ പ്രാന്ത് പിടിച്ച് കിടക്കരിയും കണ്ട ഉള്ള പാത്രങ്ങളും ചോറും അതും ഇതും എല്ലാം ഇതെല്ലാം മൊത്തം സ്വിച്ച് ഇടുന്ന പോലെ ക്ലീൻ ചെയ്തു. അങ്ങനെയൊന്നുമല്ല കേട്ടോ, കുത്തിയിരുന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തു. അപ്പോൾ മൊത്തം വൃത്തിയാക്കി എടുത്തിട്ട് ഇനി നമ്മുടെ ദമ്മ് പൊട്ടിക്കുന്ന രീതിയിൽ പാത്രം തുറക്കണം. ആഹാ എന്നെ മണമായിരുന്നു. ഹാളിൽ നിന്ന് കളിച്ചുകൊണ്ട് നമ്മുടെ കണ്ണൻകുട്ടനും പൊന്നുകുട്ടി ഓട്ടി വന്നു കേട്ടോ. അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ചോദിച്ചു ഇന്ന് ചിക്കൻ ബിരിയാണിയാണോ എന്ന്. അത്രയ്ക്ക് മണമായിരുന്നു കേട്ടോ. എനിക്ക് തന്നെ അറിയത്തില്ല എങ്ങനെ ഇത്രയും മണം വരുന്നതെന്ന്. ചിക്കൻ ബിരിയാണി വെക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഗസ്റ്റ് വരണം, അവർ തന്നെ ചോദിച്ചു ഇന്നിവിടെ ചിക്കൻ ബിരിയാണി ആയിരുന്നു. ഇന്ന് രാത്രി ഫുള്ള് നമ്മൾ കിടന്നുറങ്ങുന്നവരെ നമ്മുടെ വീട്ടിൽ ആ ബിരിയാണിയുടെ മണം ഇങ്ങനെ തങ്ങി നിൽക്കും കേട്ടോ. അത്രയ്ക്ക് മണമായിരിക്കും. അപ്പോൾ രായേഷണ്ണാണ് കുത്തി ഇളക്കാൻ വന്നത്. അതൊന്നും ശരിയായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ ആ പാലിൽ മഞ്ഞപ്പൊടി ചേർത്ത് വെക്കുന്നില്ല, അപ്പോൾ ഈ കളറ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യുന്ന നമ്മുടെ ഫ്രണ്ട്സൊക്കെ കാണും, പക്ഷെ നമ്മുടെ പൊന്നുകുട്ടി ഇത് ആദ്യമായിട്ട് കാണുമല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാ കൂട്ടുകാരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ബായ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.